എല്ലാവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണേ. 4 ദിവസം അല്ലെ 5 ദിവസം മുന്നേ എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് ഒരുത്തൻ എന്തൊക്കെയോ കുറേ താഴെ എഴുതി വെച്ച്. അന്ന് ഞാൻ ഒന്നും പ്രതികരിച്ചില്ല. അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, ഇന്ന് വേറൊരുത്തൻ എൻ്റെ ഒരു വീഡിയോ എടുത്ത് FB പോസ്റ്റ് ചെയ്തിട്ട് അതിൽ 2600 ലൈക്ക്. സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് എഗെയിൻ അതിലൊരു പരാതിയില്ല. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഒരു വീഡിയോ ചെയ്താൽ അത് ഒരു ഇതും ഇല്ലാതെ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോയി അവൻ്റെ ചാനലിട്ട് പോസ്റ്റ് ചെയ്ത് അതിന് വ്യൂസും ലൈക്കും ഷെയറും കമൻറ്റും വാങ്ങാൻ ഒരു ലേശ ഉളുപ്പ് മനസ്സിലാവണില്ല. എന്താ പറയുക, അത് പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ, അത് ഫർദർ അപ്ഡേറ്റ്സ് എടുത്ത് പോസ്റ്റ് ചെയ്താൽ ഓക്കെ. ഇത് ആ ഒരു കണ്ണ് ചൊല്ലിയിരിക്കുന്ന ഒരു വീഡിയോ മാത്രം എടുത്ത് പോസ്റ്റ് ചെയ്ത് എനിക്കിരിക്കുന്നവർക്കും എൻ്റെ വീട്ടിലിരിക്കുന്നവർക്കും ഒന്നും അറിയാത്തവർക്കും എല്ലാം ബഹളം, പള്ളി വിളിയും ബഹളവും. ഇത്രയും പള്ളും ബഹളം വാങ്ങിച്ചേരേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ നിങ്ങളോടാണ് എന്തെങ്കിലും ദ്രോഹം ചെയ്തു? ഞാൻ ഈ ചാനലിൽ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഡേ മുതൽ എനിക്ക് പറ്റുന്നിടത്തോളം വരെ, എനിക്ക് റിസൾട്ട് കാണുന്നിടത്ത് വരെ ഉള്ള എനിക്ക് ഇരുന്നിരിപ്പുറയ്ക്കണില്ല. അപ്പം ഞാനത് അപ്ഡേറ്റ് ചെയ്ത് പോകുമെന്നുള്ള എല്ലാവരോടും പറഞ്ഞതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ സെക്കൻഡ് ഡേയിലിട്ട എൻ്റെ സ്വെല്ലിങ്ങിൻ്റെ വീഡിയോ എടുത്ത് അവൻ്റെ വാട്സാപ്പിലിട്ടിട്ട് എന്തൊക്കെയോ എഴുതി വെച്ച് താഴെ. ഞാൻ അവളുടെ പേരും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല, അതിനെ പിന്നെ പ്രതികരിച്ചിട്ട് പോലുമില്ല. ഇപ്പം വേറൊരുത്തൻ ആ വീഡിയോ എടുത്ത് ഒരു ഉളുപ്പും ഇല്ലാതെ അവൻ്റെ വീഡിയോയിൽ എന്തോ അവൻ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് ക്യാമറ പിടിച്ചെടുത്ത ഒരു ഇതിൽ അവൻ എടുത്തിട്ടേക്കണത്. ചാനലിൻ്റെ പേരെന്തോ ദേശിങ്കി നാടോ എന്താണ്ട് ഒരു കുന്തം ഞാൻ താഴോട്ട് കൊടുക്കാം. ഞാനും FB ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല, ഞാനത് കണ്ടിട്ടുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ അയച്ചു തന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണാം. അത് നോക്കുമ്പോഴോ അടി മൊത്തം നല്ല പൂരത്തെറി കമൻറ്റുകളും. FB കുത്തിയിരുന്ന് ഈ തെറി വിളിക്കുന്ന FB അമ്മാവന്മാർ എന്താണ് സംഭവം, എന്ത് പറ്റി, ഇത് എന്തിനെ പറ്റിയാണ് പറയണമെന്ന് പോലും ഒരു ഐഡിയ ഇല്ലാതെ ചുമ്മാ ഒരുത്തം പോയി ചെയ്ത് അവന് പണി കിട്ടി, അങ്ങനെ തന്നെ വേണം. ഇന്ന് രാവിലെ ഒരുത്തം എനിക്ക് യൂട്യൂബിൽ തന്നെ കമൻറ്റ് ഇട്ടേക്കാണ്, അഡ്വാൻസ്ഡ് RIP ബ്രോ. എന്ത് സീനാണെന്നൊരു പിടിയില്ല. ബ്രോ, എനിക്ക് ഒരു പണി കിട്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്ത് വന്ന വ്യക്തിയല്ല. ഞാനൊരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്കൊരു പ്രചോദനം വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്യുന്ന വീഡിയോസാണിത്. അല്ലാതെ എനിക്ക് എൻ്റെ കണ്ണ് പോയി ഗൈസ്, എനിക്ക് നീതി വേണം ഗൈസ് എന്ന് പറയാൻ വന്നതല്ല ഞാൻ. നിങ്ങളത് മനസ്സിലാക്കണം. എൻ്റെ പൊന്ന് ദേശിങ്കനാട് ഈ FB ചാനൽ മുതലാളി ചേട്ടാ, ഞാൻ ചേട്ടന് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ ചേട്ടൻ എന്തിനാണ് എൻ്റെ വീഡിയോ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ നാട്ടുകാരെ ഇത്രയും തെറിയും പള്ളും എനിക്ക് വാങ്ങിച്ചു തരണമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു FB യൂസ് ചെയ്യുന്ന വ്യക്തിയല്ല. ഞാൻ FB യൂസ് ചെയ്തിരുന്നു, എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം മുന്നേ വരെ ഞാൻ FB യൂസ് ചെയ്തിരുന്നു. പിന്നെ ഞാനത് യൂസ് ചെയ്തില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കണ്ടിട്ടാണ് പറഞ്ഞത്, ഇതെനിക്ക് നിൻ്റെ വീഡിയോ FB കിടന്ന് ഇങ്ങനെ പരക്കണുണ്ടല്ലോ, ഇഷ്ടം പോലെ തെറിവിളിയും പള്ളുവിളിയും ബഹളമാണല്ലോ, അടി മൊത്തം കമൻറ്റ്. അപ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യണത്? നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ഒരു വീഡിയോ എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ അതിലൊരു അന്തസ്സുണ്ട്. ചേട്ടൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയാം. ഇതിപ്പം വല്ലവൻ്റെയും ഒരു വീഡിയോ അവൻ്റെ അടുത്ത് ചോദിക്കുകയോ അവൻ ചത്തോ ജീവിച്ചിരിക്കണോ, അവൻ എന്താണ് പറ്റിയതെന്ന് പോലും അന്വേഷിക്കാതെ, ചേട്ടാ എനിക്ക് നിങ്ങൾ ഈ വീഡിയോ എടുത്ത് ഷെയർ ചെയ്തതിൽ എനിക്കൊരു പരാതിയില്ല, എനിക്ക് വിഷമം പരിവോ ഒന്നുമില്ല. നിങ്ങൾ ഷെയർ ചെയ്ത പ്രശ്നമില്ല. പക്ഷേ അതൊരു നല്ല കാര്യം, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു നല്ല രീതിക്ക്, ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് നല്ലതായിരിക്കാം, പക്ഷെ എന്തായാലും ഭവിച്ചത് എൻ്റെ വീട്ടിലിരിക്കുന്നവർക്കും എനിക്കും എല്ലാവർക്കും പള്ളുവിളിയല്ലേ ഇതിൽ കിട്ടിയിട്ടുള്ളൂ. അതിലെന്തെങ്കിലും എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടോ? കുറേ പള്ളുവിളി അല്ലാതെ വേറെ ഒരു ബെനിഫിറ്റും ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ദൈവത്തിനോട് ഇങ്ങനെ ചെയ്യാതിരിക്കുക. ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ, എന്നെപ്പോലെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ ചുറ്റുപാടും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതാരും ചില ആൾക്കാർ പുറത്ത് പറയുന്നില്ല. അത്രയേ ഉള്ളൂ വാസ്തവം. ഈ മുടി ഉണ്ടെങ്കിൽ എന്ത്, മുടി ഇല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുന്ന ബ്രോ, നിങ്ങൾക്ക് മുടി കാണും, അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ധൈര്യത്തിൽ ചോദിക്കണം മുടി ഇല്ലെങ്കിൽ എന്തെന്നുള്ളത്. മുടി ഇല്ലെങ്കിൽ എന്തെന്നുള്ളത് ഒരു 25-നും 28-നും 30-നും അകത്ത് കൊഴിഞ്ഞ് പോകുന്ന ആൾക്കാർക്ക് മാത്രം പറഞ്ഞാൽ മനസ്സിലാവുന്നൊരു വികാരമാണ്. അത് വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് FB അമ്മാവന്മാർ എന്താണ് സംഭവിച്ചേക്കണതെന്ന് പോലും മനസ്സിലാക്കാതെ ഘോരാഘോരം കുത്തിയിരുന്ന് ഈ തെറി വിളിച്ചിട്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ എനിക്കത് കാണുമ്പോൾ ഒരു സങ്കടമുണ്ട്. കാരണം നമ്മളൊരു നല്ല കാര്യത്തിന് ട്രൈ ചെയ്യുമ്പോൾ ഈ അമ്മാവന്മാർ കുത്തിയിരുന്ന് ഈ പള്ളു വിളിച്ച് വെറുതെ ഭയങ്കര വശമാണ്. കാര്യം പരിചയക്കാർ കാണുമ്പോൾ നാണക്കേടാണ്. കാര്യം എന്നെ അറിയാവുന്നവർക്ക് അറിയാമല്ലോ ഞാനാണെന്നുള്ളത്. അപ്പം നിങ്ങളാരും ഇങ്ങനെ കുത്തിയിരുന്ന് പള്ളു വിളിക്കേണ്ട ഒരു കാര്യം ഇതിൽ ഉണ്ടായിട്ടില്ല. ഒരു പണിയില്ല, ഒരു ബോധവും ഇല്ല, ഒരു വിവരവും ഇല്ലാതെ വല്ലവനെ ചുമ്മാ തെറി വിളിക്കാൻ വേണ്ടി മാത്രം കുത്തിയിരിക്കുന്ന FB അമ്മാവന്മാർ തന്നെ പറയേണ്ടി വരും. കാര്യം അല്പം വിവരവും ബുദ്ധിയും ഉള്ളവന്മാർ എന്താണ് സംഭവം അറ്റ്ലീസ്റ്റ് തിരക്കിയിട്ട് പള്ളു വിളിക്കും.
ഒരു കാര്യവുമില്ലാതെ എന്നെ നിങ്ങൾ ചുമ്മാ വല്ലവനും കൊത്തിപ്പറിക്കാൻ ഇട്ട് കൊടുത്തതിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. അങ്ങനെ ആരോട് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഡയറക്റ്റ് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്ത് പറ്റിയതാണ് ബ്രോ എന്നൊന്ന് തിരക്കിയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളിങ്ങനെ ചെയ്യൂല. അപ്പം ഈ അടിസ്ഥാനമായിട്ട് എന്താണ് അവർക്ക് സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. വെറുതെ ഒരു വ്യൂ കിട്ടും. നോക്കിയപ്പോൾ ഇവൻ്റെ കണ്ണൊക്കെ രണ്ടും നല്ല തള്ളിയിരിക്കണം, ഇതെടുത്ത് എൻ്റെ ചാനലിൽ ഇട്ടാൽ എനിക്ക് 10 വ്യൂസ് കിട്ടും. നിനക്കെന്താ 10 വ്യൂസ് കിട്ടാനായിട്ട് നിങ്ങൾ എന്നെ യുവമാരുടെ മുമ്പിൽ കൊത്തിപ്പറക്കെ ഇട്ട് കൊടുത്തു, അതല്ലേ വാസ്തവം? അങ്ങനെയൊക്കെ ചെയ്യാമോ? അത് വളരെ മോശമല്ലേ? എനിക്ക് നിങ്ങൾ ആരാണെന്ന് പോലും അറിഞ്ഞൂടാ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കും അറിഞ്ഞൂടാ, നമ്മൾ തമ്മിലൊരു പരിചയമില്ല. ഈ ചാനലിൻ്റെ ഉടമസ്ഥനാണെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും ഭയങ്കര മോശമായിപ്പോയി, കാണിച്ചത് വളരെ മോശമായിപ്പോയി. എല്ലാവരും എനിക്ക് പറയാൻ ഒറ്റ കാര്യം, കണ്ട വീഡിയോ എൻ്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് എൻ്റെ 2ാമത്തെ ദിവസത്തെ സ്വെല്ലിങ്ങാണ്. 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം എനിക്ക് സ്വെല്ലിങ് ഉണ്ടായിരുന്നു. കാര്യം ഞാൻ മലർന്നു കിടന്ന് ഉറങ്ങാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ നീരിറങ്ങിയതാണ്. അതെൻ്റെ 5ാമത്തെ ദിവസം ഫുള്ളി പോയി. ഇതെൻ്റെ 11ാമത്തെ ദിവസമാണെന്ന്. എന്നെ കണ്ടാൽ എനിക്കൊരു സ്വെല്ലിങ്ങും ഇല്ല, ഒന്നുമില്ല, ഫുള്ളി ഓക്കെയാണ്. ചുമ്മാ നിങ്ങളും പാനിക്കായി, വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരും പാനിക്കുമാക്കി. എൻ്റെ ചാനലിൽ കയറിയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. കാര്യം എൻ്റെ ചാനലിൽ ഡെയിലി അപ്ഡേറ്റ് ഉണ്ട് എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഓക്കെയാണ്. ഇത് ഒരു വീഡിയോ മാത്രം എടുത്ത് ഷെയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ചേട്ടാ ഒരു വീഡിയോയും കൂടെ ചെയ്യണം. പുള്ളിക്കാരൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പുള്ളിയുടെ ചാനലിൽ ഡെയിലി വീഡിയോ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, പുള്ളിക്കാരൻ ഡെയിലി അപ്ഡേറ്റ്സ് അറിയിക്കുന്ന ഭാഗമായിട്ട് ഇട്ട വീഡിയോ ആണെന്നുള്ളത് ചേട്ടൻ പറയാനുള്ള ധൈര്യം കാണിക്കണം. എന്നാൽ അത് ഓക്കെയാണ്, അത് അന്തസ്സാണ്. അപ്പോൾ എനിക്ക് അത്രേ പറയാവുള്ളൂ. ഞാൻ ഫുള്ളി ഓക്കെ, എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാലും വല്ലവൻ്റെയും വീഡിയോ ഒരു അനുവാദം പോലും ഇല്ലാതെ എടുത്ത് സ്വന്തം ചാനലിൽ ഇടാനും ഒരു ഉളുപ്പ് വേണം. അത് ഭയങ്കര മോശമായിപ്പോയെന്ന് മാത്രമേ പറയാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എഗെയിൻ ടാറ്റ, ബൈ ബൈ, സീ യു, ലവ് യു ആൾ.